നമസ്കാരം. റിപ്പോർട്ടർ ടിവിയിലെ മുൻ റിപ്പോർട്ടറുടെ വെളിപ്പെടുത്തൽ വലിയ രീതിയിൽ ആയുധമാക്കിയാണ് കോൺഗ്രസ്. മുൻ റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാറാണ് ചാനലിലെ ദുരനുഭവം പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഇതിന് പിന്നാലെ റിപ്പോർട്ടർ ചാനലിലെ തൃശൂർ ബ്യൂറോയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. മുദ്രാവാക്യം വിളിച്ചെത്തിയ പ്രവർത്തകർ ബ്യൂറോയിലെ കാറിന് മുകളിൽ യൂത്ത് കോൺഗ്രസിന്റെ കൊടി നാട്ടുകയാണ് ചെയ്തത്. ഇതിനു പുറമെ മുകളിലെ ഓഫീസുകളിലേക്കുള്ള പടികളിലും വാതിലും കരിയയിൽ ഒഴിക്കുകയും വാതിലിൽ റിപ്പോർട്ടറിനെതിരെ നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്തു. റിപ്പോർട്ടറിന്റെ പേര് മാറ്റി റേ പോർട്ടർ എന്ന നോട്ടീസ് പതിപ്പിച്ചാണ് പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ചത്. അതേസമയം ജീവനക്കാരിയുടെ വെളിപ്പെടുത്തലിൽ മൗനം പാലിച്ച ചാനൽ മാനേജ്മെന്റിനെതിരെയും വിമർശനമുയർന്നു. അരുൺകുമാറിനെതിരെയും കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. ഒടുവിൽ വിഷയത്തിൽ അരുൺകുമാർ പ്രതികരിച്ച് രംഗത്ത് എത്തിയിരുന്നു. ഒരു പരാതിയും ലഭിച്ചില്ലെന്നും രാജിക്കത്തിൽ പോലും മറ്റൊന്നും ചൂണ്ടിക്കാണിച്ചില്ലെന്നുമാണ് അരുൺകുമാറിന്റെ വാദം. ഒന്നിൽ കൂടുതൽ പേർ ആരോപണം ഉന്നയിച്ചിട്ടും വിശദീകരണക്കുറിപ്പിൽ പേര് പറയാതെയും ഒരാൾക്ക് മാത്രമാണ് ചാനലിൽ അത്തരത്തിലൊരു ദുരനുഭവം നേരിട്ടതെന്ന് എന്ന തരത്തിലുള്ളതാണ് അരുൺകുമാറിന്റെ കുറിപ്പ്. അരുൺകുമാറിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന രാജിവെച്ച് പുറത്തുപോയ ഒരു വനിതാ റിപ്പോർട്ടർ ഫേസ്ബുക്കിൽ ഉന്നയിച്ച വിഷയം ഗൗരവമേറിയതാണ്. എക്സിറ്റ് അഭിമുഖത്തിലോ ICCക്ക് മുന്നിലോ ഒരു പരാതിയും ലഭിച്ചതായി കാണുന്നില്ല. രാജിക്കത്തിൽ പോലും മറ്റൊന്നും ചൂണ്ടിക്കാണിച്ചിട്ടുമില്ല. എങ്കിലും ഞങ്ങളുടെ പഴയ സഹപ്രവർത്തകയ്ക്ക് നേരിട്ടതായി പറയപ്പെടുന്ന ദുരനുഭവത്തെക്കുറിച്ച് ഇനിയും അന്വേഷിക്കാമെന്നതാണ് എൻ്റെയും എഡിറ്റോറിയൽ ടീമിൻ്റെയും നിലപാട്. ഡെസ്കും ഫ്ലോറും പൂർണ്ണമായി CCTV നിരീക്ഷണത്തിലായതിനാൽ ദൃശ്യങ്ങൾ എടുക്കാനും തെളിവായി തുടർ നിയമ നടപടികൾക്ക് വിധേയമാകാനും കഴിയും. സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അതിക്രമത്തെയും പിന്തുണയ്ക്കില്ല. പോലീസ് സ്റ്റേഷനിലോ അതല്ലെങ്കിൽ HR-നോ എക്സിക്യൂട്ടീവ് എഡിറ്റർക്കോ എൻ്റെ മെയിലിലോ പരാതി ഇനിയും നൽകാവുന്നതാണ്. എല്ലാ പിന്തുണയും ഉറപ്പു തരുന്നു. ഹൂ കെയർസ് എന്നതായിരിക്കില്ല നിലപാട് എന്നുമാണ് അരുൺകുമാറിന്റെ കുറിപ്പ്. അതേസമയം ഉയർന്ന ആരോപണം ചർച്ചയാക്കാതെയും ചാനലിൻ്റെതായ യാതൊരു തരത്തിലുമുള്ള വിശദീകരണം നൽകാതെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം വലിയ വാർത്തയാക്കാനാണ് റിപ്പോർട്ടർ TV ശ്രമിക്കുന്നത്. ഇത് ഏറ്റുപിടിച്ചാണ് ഇടത് നേതാക്കളും ദേശാഭിമാനി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും രംഗത്തെത്തിയിരിക്കുന്നത്. റിപ്പോർട്ടർ TV തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത്. ഇതിനു പിന്നിൽ വലിയ ആസൂത്രണം നടന്നിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. രാഹുലിന്റെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നില്ലെങ്കിലും ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുന്നതിന് പിന്നിൽ റിപ്പോർട്ടറിന് ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. അഞ്ജന അനിൽകുമാർ റിപ്പോർട്ടർ TVയിൽ വെച്ച് നേരിട്ട ദുരനുഭവം തുറന്നു പറയുന്ന FB പോസ്റ്റിന് കോൺഗ്രസ് പ്രവർത്തകർ വലിയ തോതിൽ പ്രചാരണം നൽകുന്നുണ്ട്. വനിതാ ജീവനക്കാർ ഇത്രയും മോശം തൊഴിൽ സാഹചര്യങ്ങൾ നേരിടുമ്പോഴാണോ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ആക്രമണോത്സുകമായ നിലപാട് സ്വീകരിക്കുന്നതെന്ന ചോദ്യമാണ് വിമർശകർ റിപ്പോർട്ടർ TVക്ക് നേരെ ഉയർത്തുന്നത്. റിപ്പോർട്ടർ ഡിജിറ്റൽ വിഭാഗത്തിൽ ന്യൂസ് എഡിറ്ററായിരുന്ന വീണ ചന്ദും സമാനമായ വിഷയത്തിൽ കുറിപ്പുമായി രംഗത്തെത്തിയിരുന്നു. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: അഞ്ജനയുടെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ വിവിധയിടങ്ങളിൽ നിന്ന് നിരവധി പേർ എന്നോടും സംശയങ്ങൾ ഉന്നയിക്കുന്നതിനാൽ വ്യക്തതയ്ക്ക് വേണ്ടി എഴുതട്ടെ. റിപ്പോർട്ടർ ഡിജിറ്റൽ വിഭാഗത്തിൽ ന്യൂസ് എഡിറ്ററായിരുന്ന ഞാൻ ജോലി വിടാനുണ്ടായ സാഹചര്യം ഡിജിറ്റൽ ഇൻചാർജ് ഷെഫീഖ് താമരശ്ശേരിയുമായി ഉണ്ടായ പ്രശ്നങ്ങളാണ്. ജോലി സംബന്ധമായും ടീം സംബന്ധമായും ഞങ്ങൾക്കിടയിൽ ഉടലെടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളെ TN വ്യക്തിപരമായ നേട്ടത്തിനും തൊഴിലിടത്തിലെ എൻ്റെ വളർച്ചയ്ക്കെതിരെയും ഉപയോഗിക്കുന്നുവെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഞാൻ പരാതിയുമായി മാനേജ്മെന്റിനെ സമീപിച്ചത്. എന്നാൽ ഭർത്താവ് മരിച്ച് അധികകാലമായിട്ടില്ലാത്തതിനാൽ വൈകാരിക സ്ഥിരത എനിക്കില്ല എന്ന് വരുത്തി തീർക്കുകയാണ് TN ചെയ്തത്. ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ തൊഴിൽപരമല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും സഹപ്രവർത്തകർക്കിടയിൽ എന്നെ ഇമോഷണലി വീക്കായി സ്ത്രീയായി ചിത്രീകരിച്ച് എന്നെ മാനസിക സമ്മർദ്ദത്തിലാക്കുകയുമായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളും 2 വർഷത്തിനുള്ളിൽ 2 മൈനർ സർജറികൾ വേണ്ടി വന്നതിനാലും ഞാൻ എടുത്ത അവധികൾ നിയമാനുസൃതമായിട്ട് കൂടി എനിക്കെതിരെ ആയുധമായി. ഇതൊക്കെ മാനേജ്മെന്റിന് ബോധ്യപ്പെട്ടതാണ്. ഇയാളുടെ സ്വഭാവത്തെക്കുറിച്ചും ടോക്സിക് രീതികളെക്കുറിച്ചും വ്യക്തമായി അറിയാമെന്നും കൂടെയുണ്ടെന്നും ഉറപ്പ് നൽകിയ മാനേജ്മെന്റ് ഗ്രൂപ്പ് മീറ്റിംഗിൽ ഘടകവിരുദ്ധമായി നിലപാടെടുത്തതിനും ഞാൻ സാക്ഷിയായി. തുടർന്ന് മാനസികാരോഗ്യം മോശമായതോടെ ചാനലിലെ തലപ്പത്തുള്ള എല്ലാവരോടും ഇക്കാര്യങ്ങൾ ഞാൻ നേരിട്ട് പറഞ്ഞു. പോഷ് ആക്ടിന്റെ പരിധിയിൽ വരുന്നതിന് തെളിവായി പക്കലുള്ള വോയിസ് മെസ്സേജുകളടക്കം HR-നെ കേൾപ്പിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ സാരമില്ലെന്നും ഒക്കെ ശരിയാവും, മാനസികാരോഗ്യം ശ്രദ്ധിക്കൂ എന്നുമുള്ള സമാശ്വസിപ്പിക്കലാണ് ഉണ്ടായത്. എന്നെ രക്ഷിക്കുകയാണെന്ന് തോന്നിപ്പിച്ച് ചാനൽ ഡെസ്കിലേക്ക് മാറ്റം നൽകിയായിരുന്നു അടുത്ത പടി. കോപ്പി ഡെസ്കിൽ ജോലി തുടങ്ങിയ ഒരാഴ്ചയ്ക്ക് ശേഷം എന്നോട് ഷെഫീഖ് പറഞ്ഞത് വീണ പ്രശ്നക്കാരി ആയതുകൊണ്ട് ചാനലിലേക്ക് മാറ്റാൻ അയാൾ മുൻകൈ എടുത്തു എന്നാണ്. എൻ്റെ അഭിപ്രായങ്ങളും നിലപാടുകളും അയാൾക്ക് ബുദ്ധിമുട്ടാണെന്നും സ്വകാര്യ ജീവിതത്തിലെ ട്രാജഡി മൂലം ഞാൻ തൊഴിലിടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും എന്നോട് അയാൾ പറഞ്ഞു. കുറഞ്ഞ കാലം കൊണ്ട് അനുഭവിച്ച ഇമോഷണൽ ഹരാസ്മെന്റും ഗ്യാസ് ലൈറ്റിങ്ങും അപ്പോഴേക്കും എന്നെ തളർത്തിയിരുന്നു. ജോലിയെടുക്കാനുള്ള അവകാശവും അവസരവും പരിമിതപ്പെട്ടത് എൻ്റെ മാനസികാരോഗ്യത്തെ കാര്യമായി ബാധിച്ചു. നീതി നിഷേധം നടന്നു എന്ന് സമ്മതിക്കുമ്പോഴും തലപ്പത്തുള്ളവരാരും അയാൾക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറായില്ല. പകരം എന്നെ തൊഴിലിടത്തിൽ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. പിന്നാലെ സ്ഥാപനം വിടാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു. അത്രയധികം ടോക്സിക്കായ അനുഭവം അയാളിൽ നിന്നും നേരിടേണ്ടി വന്ന പലരും അതിന് പിന്നാലെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. നല്ല സുഹൃത്തെന്ന് കരുതിയ വ്യക്തി സ്വന്തം നേട്ടത്തിനായി ഏതറ്റം വരെയും മാനിപ്പുലേഷൻ നടത്തുമെന്ന തിരിച്ചറിവ് എനിക്ക് ഷോക്കായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പേര് പരാമർശിക്കാതെ കാര്യങ്ങൾ പറഞ്ഞത് പലരെക്കുറിച്ചും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഈ കുറിപ്പെഴുതാൻ കാരണമായെന്നാണ് കുറിപ്പിലുള്ളത്.